പൃഥ്വിരാജിന്റെ പേരിൽ നമ്മൾ സിനിമ കണ്ടിട്ട് എന്നാൽ ലാലേട്ടന് വേണ്ടി ഇറക്കിയ സിനിമ എന്ന് പറയില്ലേ, ആ ഒരു ലെവലായിരുന്നു. അപ്പൊ ഗൈസ്, ഖലീഫയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ഇടാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. കാരണം ഇന്നലെ ആ എക്സൈറ്റ്മെന്റിൽ അങ്ങനെ ഒരു 2 മിനിറ്റ് വീഡിയോ ഇട്ടത് മാത്രമേ ഉള്ളൂ. പറയുകയാണെങ്കിൽ ഈ സിനിമയില് കാസ്റ്റ് ആൻഡ് ക്രൂ കുറെ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. അതിലുള്ളത് ഉണ്ട് ഈ സിനിമ. പേഴ്സണലി എനിക്ക് ഈ സിനിമ വളരെയധികം വർക്കായതാണ്. എന്റെ പ്രീവിയസ് വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ വർക്കായ ഒരു പടമാണ്. കാരണം ഞാൻ ഒരു ബേസ് സ്ക്രിപ്റ്റ് മാത്രം പ്രതീക്ഷിച്ചു പോയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കത് വർക്കായി. മാസീവ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചു പോയവർക്ക് തീർച്ചയായിട്ടും നിരാശ മാത്രമേ ഈ സിനിമയിലൂടെ ഉണ്ടാവൂ. അതും കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഖലീഫ മൂവി കാണാൻ പോവുകയാണെങ്കിൽ പോകേണ്ടത്. അപ്പോ ഇതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിലേക്ക് വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് ഡയറക്ടർ വൈശാഖ് ആണ്. വൈശാഖിനെ പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. പോക്കിരി രാജ, മധുരരാജ പേരെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പോക്കിരി രാജ, പുലിമുരുകൻ എന്നുള്ള പേര് എത്രത്തോളം മലയാളികൾ ഏറ്റു പറഞ്ഞിട്ടുള്ളതാണെന്നും ഈ കോടികളുടെ കണക്കൊക്കെ നമ്മൾ അത് കേൾക്കാൻ തുടങ്ങിയത് പുലിമുരുകനിലൂടെയാണ്. അത് കേരളത്തിലേക്ക് ആദ്യമായിട്ട് എത്തിച്ച ഒരാള് വൈശാഖ് സാറാണ്. അപ്പൊ പുള്ളിക്കാരനെ ഏത് ലെവലാണെന്ന് നമുക്കറിയാം. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പടം ചോദിക്കുകയാണെങ്കിൽ ടെർബോ ഇറങ്ങിയിട്ടുണ്ട്. ടെർബോ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും വർക്കായിട്ടുള്ള ഒരു പടം ഒന്നും ആയിരിക്കില്ല. മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ പടം, ഒരു ചെറിയൊരു ഫാമിലി പ്ലസ് ആക്ഷൻ പടം, ഒരു സാധനമാണ്, കൊമേഴ്ഷ്യൽ. പിന്നെ പറയാനുള്ളത് മോൺസ്റ്റർ ആണ്. അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ മോൺസ്റ്റർ ഞാൻ പോയി ഡിലീറ്റ് ചെയ്യും. കാരണം അദ്ദേഹം ചെയ്തത് മോൺസ്റ്റർ എത്രത്തോളം ഒരു അപരാധമാണ്, കാട്ടപരാധമാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മാത്രമാണ് അദ്ദേഹം ചെയ്തൊരു പാഴ്വസ്തു എന്ന് പറയുന്നത്. പിന്നുള്ളത് മധുരരാജയാണ്. മധുരരാജ ഈ മോൺസ്റ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ആണ്. പിന്നെ അദ്ദേഹം അന്ന് പറയുന്നത് കേട്ടിരുന്നു 3ാം ഭാഗം ഉണ്ടാവും, മിനിസ്റ്റർ രാജ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിലേക്കൊന്നും അദ്ദേഹം പോയില്ലല്ലോ, അതന്നെ വലിയ കാര്യം. അപ്പോ ഇതിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് സ്ഥിരം പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിനെയൊക്കെ ഒരു പൊളിച്ചു മാറ്റിയിട്ട് ഒരു പുതിയൊരു വൈശാഖ് സാറിനെയാണ് ഇവിടെ നമുക്ക് പ്രസന്റ് ചെയ്യണത് അവര്, അല്ലെങ്കിൽ വൈശാഖ് സാർ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് മേക്കിങ്ങിനും ക്വാളിറ്റിക്കും ഭയങ്കര രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു വൈശാഖ് സാർ. അത് പുള്ളി എടുത്തു വെച്ചിട്ടുള്ള ഈച്ച് ആൻഡ് എവരി സീന്, അവര് വൈശാഖ് സാർ വെച്ചിട്ടുള്ള ഓരോ ഫ്രെയിം, അതൊക്കെ അത്രയും ഭംഗിയാണ് അത് കാണാൻ. ആ സിനിമ മൊത്തത്തിൽ ഈ ത്രൂ ഔട്ട് ഈ സിനിമയിലെ ഒരു ക്വാളിറ്റിക്കോ ഒരു പ്രശ്നം നമുക്ക് തോന്നില്ല. അത് ആ സിനിമാറ്റോഗ്രാഫറുടെയും ഡയറക്ടറുടെയും പങ്ക് ഏറ്റവും വലുതാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതായത് വൈശാഖ് സാർ ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ള കാര്യം വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് നമുക്ക് ഇതിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ വൈശാഖ് സാർ വാസ് ദയർ. പിന്നെ ഉള്ളത് പ്രൊഡ്യൂസർ ആണ്. പ്രൊഡ്യൂസറിന് മുമ്പ് റൈറ്റർ ജിനു എബ്രഹാം. അവിടെയാണ് നമുക്ക് പറയാനുള്ളത്. ജിനു എബ്രഹാം ആണ് ഇതിന്റെ റൈറ്റർ. ഈ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ്, ആൾക്കാർക്ക് നെഗറ്റീവ് അല്ലെങ്കിൽ മിക്സർ ഒപ്പീനിയൻ പറയാനുള്ള കാരണം തന്നെ ഈ ജിനു എബ്രഹാമിന്റെ സ്ക്രിപ്റ്റ് ആണ്. അവിടെയാണ് പാളിച്ച പറ്റിയിട്ടുള്ളത്. കാരണം എന്നോ നമ്മൾ കണ്ടു മറന്നുപോയ ഒരു സ്മഗ്ലിംഗ് കേസൊക്കെ ഉണ്ടല്ലോ. സ്മഗ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഫ്രഷ് സബ്ജക്റ്റ് ആയിട്ട് തന്നെ വേണമെങ്കിൽ കൊണ്ടുവരാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ കണ്ടു മറന്നിട്ടുള്ള രീതി, അവർ പ്ലേസ് ചെയ്തിരിക്കണ അതായത് ഇപ്പൊ എങ്ങനെ പറയാ, സാധാരണ ഒരു കോഴിക്കോട് നാട്ടുമ്പുറ അവിടുന്ന് ഉണ്ടാവുന്നു, ആ ഒരു സാഹചര്യം കൊണ്ട് ഒരു സ്മഗ്ലറായി മാറുന്നു. ഈ സ്മഗ്ലർ അവിടുന്ന് പോട്ടെ, ഈ ഫസ്റ്റ് ഹാഫിൽ മൊത്തം ഈ ലാലേട്ടന് വേണ്ടിയിട്ടുള്ള സ്പോയിലർ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പോസ്റ്റ് തന്നെ അവർ ഇട്ടിട്ടുണ്ട്, ലാലേട്ടനുണ്ട്. അപ്പൊ ലാലേട്ടന് വേണ്ടിയിട്ടുള്ള ബിൽഡപ്പാണ് ഫുള്ളി ഫസ്റ്റ് ഹാഫ്. അതാണ് എനിക്ക് തീരെ പിടിക്കാതെ പോയത്. ഒരു ഫസ്റ്റ് ഹാഫ്, ഈ സെക്കൻഡ് ഹാഫ് അതുപോലെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമയുടെ മൊത്തത്തിലുള്ള സാധനം തന്നെ ഞാൻ മാറ്റി പറഞ്ഞേനെ. എനിക്ക് നെഗറ്റീവ് അടിച്ചു എന്ന് തന്നെ ഞാൻ പറഞ്ഞേനെ. കാരണം ഫസ്റ്റ് ഹാഫിന് മൊത്തം ഈ പൃഥ്വിരാജിന്റെ പേരിൽ നമ്മൾ സിനിമ കണ്ടിട്ട് എന്നാൽ ലാലേട്ടന് വേണ്ടി ഇറക്കിയ സിനിമ എന്ന് പറയില്ലേ, ആ ഒരു ലെവലായിരുന്നു. കാരണം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു പബ്ലിസിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ബിൽഡപ്പ് കൊടുക്കുക, ഇത് മാത്രമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ പേഴ്സണലി ഞാൻ കണ്ടത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ എന്തോ ഭയത്തിന് അതൊക്കെ മാറ്റി വേറെ രീതിയിലേക്ക് കഥ പോയത് കൊണ്ട് ഓക്കെ, വൈസ് കുഴപ്പമില്ല. അപ്പോൾ അതാണ് ജിന്നു എബ്രഹാമിന്റെ സ്ക്രിപ്റ്റിൽ നമുക്ക് പാളിച്ച പറ്റിയത്. കണ്ടു മറന്നിട്ടുള്ള സാധനങ്ങൾ തന്നെ, അതിലൊരു വ്യത്യാസം, ഒരു പുതുമ എവിടെയും തോന്നിയിട്ടില്ല. ഹൈലി പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. അത് ആദ്യം മനസ്സിൽ വെച്ചോ. ഹൈലി പ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് അതിപ്പോ ഒരു 10-15 അല്ലെങ്കിൽ 10-20 പടം കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാള് തിയേറ്ററിൽ പോയിരുന്നാൽ ഇനി അതാവും സംഭവിക്കാൻ പോണ് ഇന്നിപ്പോ പറയാൻ പറ്റും. അത് തന്നെയാണ് അവിടെ സംഭവിക്കുക. അതിലിപ്പോ പ്രത്യേകിച്ച് മാജിക് ഒന്നും അവിടെ സംഭവിക്കാൻ പോണില്ല. പിന്നെ ലാർജർ ദാൻ ലൈഫ് പോലത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ്, ഒരു കൊമേഴ്ഷ്യൽ പടമാണ്. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിന് ഇടികൊള്ളലൊക്കെ ഇത്തിരി കുറവായിരിക്കും, അങ്ങോട്ട് കിട്ടുന്നത് ഇത്തിരി കൂടുതലായിരിക്കും. ആ ഒരു സെറ്റപ്പാണ്. അത് പിന്നെ ഒരു കൊമേഴ്ഷ്യൽ പടത്തിൽ ഉണ്ടാവുന്ന കാര്യമാണെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ സ്ക്രിപ്റ്റ് വൈസ് ഇതാണ് പ്രശ്നം ഉണ്ടായത്. പിന്നെ പ്രൊഡ്യൂസേഴ്സിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളും ജിനു എബ്രഹാം തന്നെയാണ്. അതുപോലെ സൂരജ് കുമാർ, സിജോ സെബാസ്റ്റ്യൻ, ഈ 3 പേരും നല്ല രീതിയിൽ പണി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പൈസ ഇറക്കിയിട്ടുണ്ട്.
പൈസ ഇറക്കിയത് ഇതിൽ കാണാനുണ്ട്. എവിടെയും ഒരു കോംപ്രമൈസ് ഇവർ ചെയ്തിട്ടില്ല. ഇവർ 3 പേരും ആ സിനിമയ്ക്ക് എന്താണോ ആ ഡയറക്ടർ പറഞ്ഞത് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ മൊത്തം അവിടെ, അതിന് വേണ്ടിയിട്ടുള്ള പൈസ മൊത്തം അവരവിടെ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് അത് യൂട്ടിലൈസ് ചെയ്തിട്ടുമുണ്ട്. അത് ആ സിനിമയിൽ ഈച്ച് ആൻഡ് എവരി ഫ്രെയിം, ഈച്ച് ആൻഡ് എവരി സെക്കൻഡിൽ നമുക്കത് മനസ്സിലാവും. എവിടെയും ഒരു കോംപ്രമൈസ് ഇല്ല. അതിപ്പോ വിദേശ രാജ്യങ്ങൾക്ക് പോകുന്നതായിക്കോട്ടെ, എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, അതുപോലെ ബാക്കി ടെക്നിക്കൽ സൈഡിന് കൊടുത്തിട്ടുള്ള ഹെൽപ്പ് ആയിക്കോട്ടെ, എല്ലാ രീതിയിലും പൈസ ഫിനാൻഷ്യലി കൊടുത്തിട്ടുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടല്ലോ, ഫിനാൻഷ്യൽ സപ്പോർട്ട് ഈസ് എ വെരി വെരി ബിഗ് സപ്പോർട്ട്. അതായത് അവർ കൊടുത്തിട്ടുള്ള സാധനം പക്കയാണ്, പീക്കാണ്, സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ആൾക്കാരെന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. പിന്നെ കമ്പോസർ ജെയ്ക്സ് ബിജോയ്, ഒന്നും പറയേണ്ട ആവശ്യമില്ല. ജെയ്ക്സ് ബിജോയിനെ കുറിച്ച് എന്ത് പറയാനാണ്, കത്തിക്കൽ തന്നെയാണ്. അതായത് പൃഥ്വിരാജിന്റെ സീൻസിനായിക്കോട്ടെ, ബാക്കി എലവേഷൻ സീൻസിനായിക്കോട്ടെ, എല്ലായിടത്തും കത്തിക്കൽ തന്നെയാണ്. തുടക്കത്തിലൊരു കോഴിക്കോട് സൈഡ് ആയതുകൊണ്ട് തന്നെ ഒരു മാപ്പിളപ്പാട്ട് സെറ്റപ്പിലുള്ള ഒരു കല്യാണ വീടും അവിടുത്തെ പാട്ടൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ഭംഗിയാണ് കേട്ടിരിക്കാൻ. അതിൽ ചിലതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അത്തരത്തിൽ കൊടുത്തിട്ടുള്ള BGM ആയിക്കോട്ടെ, സോങ്സിന് കൊടുത്തിട്ടുള്ള കമ്പോസിഷൻ ആയിക്കോട്ടെ, ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മള് പൃഥ്വിരാജിന് ഒരു സ്വാഗ് ഉണ്ട് പറയില്ലേ, ആ സ്വാഗ് അത് ഈ സിനിമയിൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സ്വാഗ് മൊത്തത്തിൽ നമുക്ക് കിട്ടണത് പൃഥ്വിരാജിന്റെ ആ ലുക്ക് ഓവറോൾ 50% ആണ്. ബാക്കി 50% നമുക്ക് കിട്ടുന്ന ആ BGM-ലാണ്. ആ BGM പുള്ളിക്കാരൻ കൊടുത്തിരിക്കുന്നത് പൃഥ്വിരാജിന്റെ ലുക്കിനും ആറ്റിറ്റ്യൂഡിനും പറ്റിയിട്ടുള്ള BGM-ഉം അതൊക്കെ അടിപൊളിയായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ സിനിമാറ്റോഗ്രാഫർ ജോമോൻ ടി ജോൺ, അത് അടുത്ത ലെജൻഡ്. ജോമോൻ ടി ജോൺ എന്താണ്, അടുത്ത ലൈറ്റിംഗ് ആണ് മെയിൻ. ഈ സിനിമയിൽ വെച്ചിട്ടുള്ള ഫ്രെയിംസ്, ലൈറ്റിംഗ്, ക്യാമറ ആംഗിൾസ്, മൊമെന്റ്സ് തന്നെയാണ് ഇത് മെയിൻ ആണ്. അതായത് പ്രത്യേകിച്ച് ആക്ഷൻ സീക്വൻസിലൊക്കെ പ്രത്യേകിച്ചും അങ്ങനെ ഈ ജോമോൻ ടി ജോൺ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സാധനം ഉണ്ട്. ഇതൊരു ജോമോൻ ടി ജോൺ ഒരു പടം കൂടിയാണ്. നമ്മൾ പൃഥ്വിരാജ് പടം എന്ന് പറയുമ്പോൾ തന്നെ ജോമോൻ ടി ജോൺ പടം കൂടിയാണിത്. നല്ല രീതിയിൽ പുള്ളിക്കാരൻ ഡിപ്പാർട്ട്മെന്റ്, അതായത് സിനിമാറ്റോഗ്രാഫി പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എഡിറ്റർ ചമൻ ചാക്കോ, നമ്മുടെ റീല് കട്ട് ചെയ്യുന്ന പോലത്തെ ആള്, അത് സീനാണ്. പുള്ളി ഇതിനിടയ്ക്ക് ഇന്റർവ്യൂവിൽ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ഫൈറ്റ് കൊറിയോഗ്രാഫി അല്ലെങ്കിൽ ഫൈറ്റ് എഡിറ്റ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ പണി എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ശരിയായിട്ടുള്ള കാര്യമാണ്, ഫൈറ്റ് എഡിറ്റ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ പണി. ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളതും ഫൈറ്റാണ്. ഏറ്റവും കൂടുതൽ ഉള്ളത് മീൻസ് ഈ സിനിമ നിന്ന് പോണതേ ഫൈറ്റിലാണ്, തൊട്ടേനെ പിടിച്ചതിനൊക്കെ അടിയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ രാജുവേട്ടൻ അടിക്കുന്ന അടിയൊന്നും പേഴ്സണലി നമുക്ക് ഈ സ്ക്രിപ്റ്റ് കുറച്ച് വീക്ക് ആയതുകൊണ്ടേ നമുക്ക് അങ്ങനെ കണക്ഷൻ കിട്ടുമൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്താ പറയാ, അത് രാജുവേട്ടൻ അടിക്കട എന്ന് പറയുന്ന സെറ്റപ്പ് ഇല്ലേ, അതൊന്നും നമുക്ക് വരില്ല. അങ്ങനെ കണ്ടിരിക്കുക എന്നുള്ള ഒരു സെറ്റപ്പ് അത് ആ സ്ക്രിപ്റ്റിന്റെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് കാരണമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ചമൻ ചാക്കോന്റെ എഡിറ്റിംഗ് പീക്ക് ലെവലിൽ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. അത് എല്ലായിടത്തും എവിടെയും നമുക്ക് ഈ സിനിമയിൽ ഒരു ലാഗ് ഒന്നും തോന്നില്ല കേട്ടോ. ഈ മിക്സഡ് ഒപ്പീനിയൻ അതായത് തോന്നിയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് പോലും ലാഗ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരിക്കില്ല. കാരണം അവർക്കായാലും ഈ കണ്ടിരുന്ന് പൈസ പോയി എന്ന് നമുക്ക് അവർക്ക് എന്തായാലും പറയാൻ പറ്റില്ല. ആ രീതിയിൽ അത് മേക്ക് ചെയ്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കാസ്റ്റിംഗ് ഡയറക്ടർ സണ്ണി സൈനി, അതൊന്നും കുഴപ്പമില്ല. കാസ്റ്റിംഗ് ഒക്കെ എനിക്ക് രഞ്ജി പണിക്കർ ഇഷ്ടപ്പെട്ടു. എന്നാൽ എന്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് രഞ്ജി പണിക്കർ ഒരു മിസ്കാസ്റ്റ് ആയിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് രഞ്ജി പണിക്കർ ഇഷ്ടപ്പെട്ടു. ഇതുവരെ കാണാത്തൊരു പഞ്ചപാവം നിഷ്കു ക്യാരക്ടർ അല്ലെ, താടിയൊന്നുമില്ല, ഒരു ഭയങ്കര നിഷ്കു ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അതാണല്ലോ ഇതിന് വേണ്ടത്. എനിക്ക് പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടു, എനിക്ക് പേഴ്സണലി ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് അമൽ ചന്ദ്രൻ സീനാണ്, മേക്കപ്പ് ഒക്കെ സീനാണ്. പിന്നെ കോസ്റ്റ്യൂം മാസ്റ്റർ ഹംസയുടെ കോസ്റ്റ്യൂം സെക്കൻഡ് ഹാഫിൽ ഫുള്ള് പിന്നെ പൃഥ്വിരാജിന് കോട്ടാണ്. ഫസ്റ്റ് ഹാഫില് പിന്നെ ഒരു പ്രത്യേകിച്ച് ഒരു ഹാഫ് സ്ലീവ് ഒരു പൂക്കളൊക്കെ ഉള്ള ടൈപ്പ് ഒരു ഷർട്ട്, അത് ടൈറ്റിൽ കിടക്കുന്നത്. പൃഥ്വിരാജിന്റെ ബോഡി തന്നെയാണ് ഇതിന് മെയിൻ കാരണം, അത് അത്രയും സ്യൂട്ടായിട്ട് തോന്നാനും. അതുകൊണ്ട് തന്നെ കോസ്റ്റ്യൂം മേക്കപ്പ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ വിഷ്വൽ എഫക്ട്സ് അനന്തകൃഷ്ണൻ BA, രാഹുൽ കൃഷ്ണ AU, VFX ഒക്കെ അടിപൊളി തന്നെയാണ്. പിന്നെ ഇതിൽ എടുത്തു പറയുന്നത് സ്റ്റണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ വേറൊരു കോർ സബ്ജക്ട് ഈ സിനിമയുടെ. യാനിക് ബെന്ന്, ചേതൻ ഡിസൂസ, ആദം ഫോസ്റ്റർ ഇവരൊക്കെ ചേർന്നിട്ടാണ് ഇതിൽ. യാനിക് ബെൻ ഇത്തിരി ഫേമസ് ആയിട്ടുള്ള ആളാണ് തോന്നുന്നു, എനിക്ക് പേഴ്സണലി അറിയില്ല യാനിക് ബെന്നിനെ കുറിച്ച്. ചേതൻ ഡിസൂസ ഒക്കെയാണ് സ്റ്റൺസ് ചെയ്തിട്ടുള്ളത്. സ്റ്റൺസ് പീക്കാണ്, അതായത് ഇതില് പുതിയ ഫോർമാറ്റ് അവർ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് സ്റ്റൺസിലൊക്കെ ആയാലും. പിന്നെ നമുക്ക് ആ കണക്ഷൻ കിട്ടിയില്ല എന്നുള്ളത് മാത്രം, അതും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഇത്രയും കൂടി പീക്കായേനെ ആ സ്ക്രിപ്റ്റിന്റെ വീക്ക്നെസ് കാരണം. അപ്പോ സ്റ്റണ്ടൊക്കെ പീക്ക്, അത് ചെയ്തത് രാജുവേട്ടൻ അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഭയങ്കര. അത് കാണുന്നെ വേണം നമുക്ക്. അതായത് ഒരു സ്റ്റണ്ടിന് കിട്ടുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, സ്റ്റൺസിന് എഫേർട്ട് ഇട്ടെന്ന് പറഞ്ഞാൽ അത് പീക്കാണ്. രാജുവേട്ടൻ മാത്രമല്ല അടികൊണ്ട് വീഴുന്നവരും, അത് നമ്മളെപ്പോഴും പറയാൻ വിട്ടുപോകുന്ന ഒരു സംഭവമാണ്. അടികൊണ്ട് വീഴുന്നവനാണെന്ന് അടിക്കുന്നതിനേക്കാൾ പണിയെടുക്കുന്നത് എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്.
അതായത് ആ ടൈമിംഗ് ആണ് സ്റ്റണ്ടിൽ ഏറ്റവും വലുത് ടൈമിംഗ് ആണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഇടി കൊള്ളും വീഴും. എന്താ മെയിൻ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ എന്താ പറയാ അത് ന്യൂസ് ആവും, അല്ലെങ്കിൽ ആൾക്കാർ കുറെ ബെസ്റ്റ് വിഷസ് അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഗെറ്റ് വെൽ സൂൺ ഒക്കെ പറയാനുണ്ടായിരിക്കും. പക്ഷെ മറ്റേ ഇടി കൊണ്ട് വീഴുന്ന സാധാരണ ജൂനിയർ ആർട്ടിസ്റ്റ് ഒന്നും അതൊന്നും ഉണ്ടാവില്ല. അവരുടെ കുറച്ച് അടുത്ത കമ്മിറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചെറിയ രൂപയ്ക്ക് കമ്മിറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ അവരുടെ മിസ്സാവും. ഒക്കെ തന്നെ ജീവിതം അങ്ങനെയാണ് അവരുടെ. അപ്പോൾ അവരും നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഓവറോൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ കാസ്റ്റിംഗിൽ നമുക്ക് മെയിൻ ഇത് തന്നെയാണല്ലോ, പൃഥ്വിരാജ് ആണ്. പിന്നെ ക്യാമിയോ, ഇപ്പൊ ലാലേട്ടന്റെ കാര്യം അറിഞ്ഞു, ബാക്കി 2 ക്യാമിയോ കൂടി ഉണ്ട്. ഞാൻ പ്രത്യേകിച്ച് പറയണില്ല, അവർ പോസ്റ്ററൊക്കെ ഇറക്കിയിട്ടുണ്ട്, എന്നാലും ഞാൻ പറയണില്ല, അതൊരു ശരിയല്ല. ലാലേട്ടന്റെ മേക്കപ്പ് ആണ് എനിക്ക്, ലാലേട്ടന്റെ മേക്കപ്പ് ഒരു സുഖമില്ലാത്ത പോലെ തോന്നി. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇതായില്ല. പക്ഷെ ലാലേട്ടന്റെ ഒരു പാസ്റ്റ് കാണിക്കുന്ന രാജാവിന്റെ മകനിലേക്ക് ലുക്ക് പോലത്തെ ഒരു കാണിക്കുന്ന ഫ്രെയിം ഒക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ സീനാണ്, പീക്കാണ്, അതൊക്കെ തിയേറ്ററിൽ നിന്ന് കത്തിയ സാധനമാണ്. പക്ഷെ ലാലേട്ടന്റെ ലുക്ക് എന്താ പറയാ, ശരിക്കും ലൂസിഫറിന്റെ ലാസ്റ്റ് ക്ലൈമാക്സ് അത് തന്നെയാണ് ഇവിടെയും വന്നത്. ഒരേ ടെംപ്ലേറ്റ്, യാതൊരുവിധ വ്യത്യാസമില്ല. മഞ്ഞ്, കോട്ട്, താടി, അതൊക്കെ തന്നെ, ഒരു വ്യത്യാസമല്ല. പൃഥ്വിരാജും ഉണ്ട്, അത് വേറെ. അത്തരത്തില് ഒരു യാതൊരുവിധ വ്യത്യാസം അതിലുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, ലാലേട്ടനാണല്ലോ വന്നത്. ഇനി എന്തായാലും സെക്കൻഡ് പാർട്ട് ദ ലെഗസിയിലെ ഖലീഫ ദ ലെഗസിയിലെ സെക്കൻഡ് പാർട്ട് അതെന്തായാലും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും സ്റ്റാൻഡ് അലോൺ മൂവി ആയിട്ടുണ്ടാവും. അതെന്തായാലും അടിപൊളിയാക്കിയാൽ മതി. സ്ക്രിപ്റ്റ് ആണ് ഇവിടെ പ്രശ്നം, സ്ക്രിപ്റ്റ് അടിപൊളി ആയാൽ മതി. എന്തായാലും ഇപ്പൊ അവരുടെ സ്ക്രിപ്റ്റ് ഒന്നും ഉണ്ടാവില്ല, അവരങ്ങനെ അനൗൺസ് ചെയ്ത് വല്ല 1 ലൈനോ മറ്റോ ഉണ്ടെങ്കിൽ ഉണ്ടാവും. അപ്പൊ എന്തായാലും സ്ക്രിപ്റ്റ് ഒന്ന് നോക്കിയത് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് ആണ് മെയിൻ. സ്ക്രിപ്റ്റ് പോയാൽ എല്ലാം പോയി, അതാണ് ബേസ്. അതില്ലാതെ പിന്നെ നമുക്ക് എന്ത് ചെയ്തിട്ട് കാര്യമില്ല. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സിനിമ, ഞാൻ പറഞ്ഞില്ല, അതും ഞാൻ ഈ ഒരു രീതിയിൽ കണ്ടുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ ട്രെയിലറും ടീസറും അല്ലെങ്കിൽ അതിന്റെ BTS ഒക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ പ്രതീക്ഷിക്കും. അത് ആരും പറഞ്ഞിട്ട് കാര്യമില്ല, അത് കുറച്ചെങ്കിൽ കുറച്ച് നമ്മൾ അറിയാതെ പ്രതീക്ഷിക്കും. ഈ സിനിമ നല്ല ഏത് സിനിമയാണെങ്കിലും. അപ്പൊ ഇത്രയും ഒരു വെൽ മേക്ക്ഡ്, വെൽ പ്രിപ്പയർഡ് മൂവി, അതായത് നമ്മൾ ഇത്രയും ക്വാളിറ്റി ഒക്കെ പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റിയിലൊക്കെ മേക്ക് ചെയ്ത ഒരു സാധനം സ്ക്രിപ്റ്റിന്റെ ബേസിസിലൊക്കെ ഒരു മിക്സർ ഒപ്പീനിയൻ വരും എന്ന് പറയുമ്പോൾ പേഴ്സണലി സങ്കടം. അതായത് നമ്മൾ ആ സിനിമയായിട്ട് ഒരു ഭാഗമൊന്നും അല്ലെങ്കിലും പേഴ്സണലി നമുക്കൊരു സങ്കടം തോന്നും. ഇത്രയും നല്ലൊരു സ്റ്റഫ് ചെയ്ത് വെച്ചിട്ട് അതിന് ഇത്രയും വേണ്ടത്ര റെക്കഗ്നൈസേഷൻ കിട്ടണില്ലല്ലോ, അതായത് അങ്ങോട്ട് എത്തിയില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പൊ അതിനുള്ള പ്രധാന കാരണം സ്ക്രിപ്റ്റ് നിങ്ങൾ നോക്കൂ, സ്ക്രിപ്റ്റ് ആണ് മെയിൻ. അതിൽ കുറെ നേരം ഇരിക്കൂ, അതിൽ റീവർക്ക് ചെയ്തിരിക്കും. ഞാൻ ആരെയും പഠിപ്പിക്കുമെന്നല്ല കേട്ടോ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. സ്ക്രിപ്റ്റ് ആണ് എല്ലാത്തിന്റെയും ഒരു ബേസ്. അപ്പൊ അത് നോക്കിയാൽ തന്നെ എല്ലാം ശരിയാവും. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയേണ്ടതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇത്ര മാത്രം, ഇന്നലത്തോടെ 2 മിനിറ്റ് മാത്രം സിനിമ എങ്ങനെ ഉണ്ട് പറഞ്ഞു പോകേണ്ട ഒരു പടമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യാൻ ഇട്ടത്. അപ്പോൾ പേഴ്സണലി നിങ്ങൾക്ക് പടം കണ്ടവരാണെങ്കിൽ എന്താണ് അഭിപ്രായം എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പടം കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. OTT വഴി ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല, അറിയാലോ. നല്ല ഇടിയൊക്കെ നല്ല കിൻഡൽ ഇടിയിൽ നമുക്ക് കിട്ടുന്ന രീതിയിൽ കാണണമെങ്കിൽ ഡോൾബി അറ്റ്മോസിൽ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.